എസ് വിഷൻ ബ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വർത്തമാന കാലഘട്ടത്തിലെ വളരെ രക്തരൂക്ഷിതമായ ഇസ്രായേലിനോട് ചേർന്ന് അമേരിക്കയും ഇറാനിൽ നടത്തുന്ന രക്തരൂക്ഷിതമായ യുദ്ധത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം കേരളത്തിലെ ഏതാനും ചില പണ്ഡിതന്മാരും അതുപോലെ ചില ദുശക്തികളുമൊക്കെ ഇറാൻ GCC രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നത് അപലനീയമാണ്, അത് മതപരമായി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സംവാദങ്ങൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടതിനാലാണ് ഞാൻ നിങ്ങളുമായി ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, അമേരിക്ക പോലുള്ള ലോകശക്തികളുടെ കയ്യിൽ ഇന്ന് ആണവായുധങ്ങൾ ധാരാളമായി ഉണ്ട്. എന്നാൽ മറ്റു രാഷ്ട്രങ്ങളൊന്നും തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കാനോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനോ പാടില്ല എന്ന തിട്ടൂരമാണ് ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഇന്ന് മറ്റു രാഷ്ട്രങ്ങൾക്ക് നൽകുന്നത്. ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് ഇറാൻ്റെ പേരിൽ ദുരാരോപണം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും വഴി ധാരാളം സാമ്പത്തിക പ്രയാസങ്ങളെ അതിജീവിക്കുന്ന, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. എന്നിട്ടും ആ ഇറാൻ ഞങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കുകയില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാണെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും മതപരമായി തന്നെ അനുവദനീയമല്ലെന്നും അതിൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി പറഞ്ഞിട്ട് പോലും അവരത് അംഗീകരിക്കാതെ ഇവർക്കെതിരെ ശക്തമായ ഉപരോധം നടപ്പിലാക്കിയപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുകയും ഒമാൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ, ആ ചർച്ചയ്ക്ക് ഇടയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന തമ്മാടിത്ത രാഷ്ട്രം അതിഭീകരമായ രൂപത്തിൽ ഇറാനെ ആക്രമിച്ചത്. ആ ഒരു അക്രമത്തിൽ അത്തരത്തിലുള്ള ആ യുദ്ധമുറയിൽ ആ ദിവസം തന്നെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ നടത്തിയ ആ രക്തരൂക്ഷിതമായ മിസൈൽ ആക്രമണത്തിൽ ഇറാനിലെ പരമോന്നത നേതാവ് ഉൾപ്പെടെ ഒരു ഡസനിലധികം ഇറാൻ്റെ ഭരണാധികാരികളാണ് മരണപ്പെട്ടു പോയത്. അതിനേക്കാൾ വളരെ ദയനീയമായിരുന്നു അവിടെ സ്കൂളുകളിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികളായ 180-ൽ പരം കുട്ടികൾ ആ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ ദാരുണമായി മരണപ്പെട്ട ആ കാഴ്ചയും അതിനുശേഷം അവരെ ഖബറടക്കുന്ന ചിത്രങ്ങളുമൊക്കെ ഏത് മനുഷ്യഹൃദയങ്ങളെയും അവരുടെ കരള് അലിയിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു നമുക്ക് മീഡിയകളിലൂടെ കാണാൻ സാധിച്ചത്. നമുക്കറിയാം, അമേരിക്ക വളരെ ദൂരെ നിൽക്കുന്ന, ഏഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നുമൊക്കെ വളരെ ദൂരെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നേരിട്ട് അമേരിക്കയിൽ ഒരു ആക്രമണം നടത്താൻ ഇറാൻ എന്നല്ല ഈ പശ്ചിമേഷ്യയിലെ ഒരു രാഷ്ട്രത്തിനും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ അമേരിക്കയാവട്ടെ GCC രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് സമ്പത്ത് വാങ്ങിക്കൊണ്ട് അവരുടെ ഭൂമിയും മണ്ണും ആകാശവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധസന്നാഹങ്ങൾ, യുദ്ധതാവളങ്ങൾ അതാത് GCC രാഷ്ട്രങ്ങളിൽ ഒരുക്കുകയും അവിടെ നിന്നും ഈ പശ്ചിമേഷ്യയിലുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി അവരുടെ പരിധിയിലേക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങൾ നടത്തുകയും അതിന് അവസരങ്ങൾ GCC രാഷ്ട്രങ്ങൾ ഒരുക്കുകയും ചെയ്ത ഒരു സംഭവബഹുലമായ വർത്തമാന കാലഘട്ടത്തെപ്പറ്റി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സ്വാഭാവികമായും ഇറാൻ ആദ്യമേ പറഞ്ഞത്, ഞങ്ങളെ ആക്രമിക്കുന്ന രാഷ്ട്രങ്ങൾ, അത് ഇസ്രായേലാകട്ടെ അമേരിക്കയാവട്ടെ മറ്റേത് രാഷ്ട്രമാകട്ടെ, ഞങ്ങളെ ആക്രമിക്കുന്ന രാഷ്ട്രങ്ങളുടെ സാമ്പത്തികമായ തകർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ യുദ്ധ ബേസുകളെ അല്ലെങ്കിൽ യുദ്ധ താവളങ്ങളെ, അത് GCC രാഷ്ട്രങ്ങളിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഞങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിൽ ആക്രമിക്കപ്പെടുകയും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ്
GCC രാഷ്ട്രങ്ങളിലെ അമേരിക്കയിലെ യുദ്ധതാവളങ്ങളെ അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും നേരിട്ട് അമേരിക്കയെ ആക്രമിക്കാൻ സാധ്യമാകാത്ത സാഹചര്യത്തിൽ അമേരിക്കക്ക് ഇറാൻ ആക്രമിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്ന അമേരിക്കയുടെ കേന്ദ്രങ്ങളെ, അത് GCC രാഷ്ട്രങ്ങളിലുള്ള കേന്ദ്രങ്ങളെ അവർ ആക്രമിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഇറാൻ GCC രാഷ്ട്രങ്ങളോട് അക്രമം ചെയ്തു എന്ന് മറ്റുള്ളവർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. GCC രാഷ്ട്രങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ യുദ്ധം എത്രയോ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് ലോകം തന്നെ വലിയൊരു സാമൂഹിക വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഫലമായി ക്രൂഡ് ഓയിലിൻ്റെ വില അനുദിനം വർദ്ധിക്കുകയും ഗ്യാസും പെട്രോളും ഡീസലും ഒന്നും കിട്ടാതെ ലോകത്തെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ യുദ്ധം എന്ന് പറയുന്ന ഒറ്റ കാരണത്താലാണ്. എന്നാൽ GCC രാഷ്ട്രങ്ങൾ അമേരിക്കയോട് ഞങ്ങൾ നിങ്ങളുമായി യാതൊരുവിധ സഹകരണത്തിനില്ലെന്നും തികച്ചു നിരുത്തരവാദപരമായി ഒരു ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഒരു മുന്നറിയിപ്പില്ലാതെയാണ് നിങ്ങൾ ഇറാനെ ആക്രമിച്ചത്, അത് ശരിയായില്ലെന്നും അതുകൊണ്ട് ഈ അക്രമം, ഈ ഒരു രക്തരൂക്ഷിതമായ മിസൈൽ അക്രമം നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് GCC രാഷ്ട്രങ്ങൾ ഒന്നിച്ച് അമേരിക്കയോട് ആവശ്യപ്പെട്ടാൽ അവസാനിക്കുന്ന തീർക്കാവുന്ന ഒരു യുദ്ധം മാത്രമായിരിക്കെ ഈ ഇറാനിലേക്കും ഈ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമം എന്നിരിക്കെ അങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ അമേരിക്കക്കും ഇസ്രായേലിനും മൗനാനുവാദം നൽകി GCC രാഷ്ട്രങ്ങളുടെ മണ്ണും ആകാശവും സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയുധങ്ങൾ സ്വരൂപിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കടന്നാക്രമിക്കുമ്പോൾ GCC രാഷ്ട്രങ്ങൾക്ക് കൂടി ഈ അക്രമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് തെറ്റ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. GCC രാഷ്ട്രം ഇന്ത്യയിലെയും വിശേഷിച്ച് കേരളത്തിലെയും ഒക്കെ ഒട്ടേറെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും തെറ്റ് ചെയ്യുന്നവർ തെറ്റാണ് ചെയ്യുന്നത്, അത് നിർത്തണമെന്ന് പറയാനും അതിൻ്റെ അത്തരം സഹായങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാനും നേതാക്കന്മാർ തയ്യാറാകുന്നതിന് പകരം ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന പ്രദേശമാണ് GCC രാഷ്ട്രങ്ങൾ എന്നതുകൊണ്ട് മാത്രം അവരുടെ ആദർശം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആദർശവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇറാനെ ആക്ഷേപിക്കുകയും അവരെ അപലപിക്കുകയും ചെയ്യുന്നത് നിരുത്തരവാദപരമായ ഒരു പ്രവർത്തനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ആണവായുധങ്ങൾ ഏതാനും രാഷ്ട്രങ്ങൾക്ക് കയ്യിൽ വെക്കാം, എന്നാൽ മറ്റ് രാഷ്ട്രങ്ങൾ അതുണ്ടാക്കാനോ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനോ പാടില്ല. ഏത് മാരകായുധങ്ങളും ഞങ്ങൾക്ക് നിർമ്മിക്കാം, എന്നാൽ മറ്റു രാഷ്ട്രങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ഞങ്ങൾ നടത്തുന്ന ഏത് കടന്നുകയറ്റത്തെയും നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം, എന്നാൽ മറ്റു രാഷ്ട്രങ്ങളൊന്നും തന്നെ അവരുടെ പരമാധികാരത്തിന് വേണ്ടി പോലും ഒരു പോരാട്ടം നടത്താൻ പാടില്ല. ഇത്തരത്തിലുള്ള തിട്ടൂരമിറക്കുന്ന അമേരിക്കയെ നയിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയൊക്കെ നിലക്ക് നിർത്താൻ GCC രാഷ്ട്രങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങളും മനുഷ്യത്വ മരവിക്കാത്ത മാനവികരായിട്ടുള്ള ഹൃദയങ്ങളുള്ള മാനവികമായ മനുഷ്യരെല്ലാവരും മാനവികമായ ചിന്തകളോടുകൂടി ഈ യുദ്ധത്തിനെതിരെ അണിനിരന്നുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വാക്കുകളാൽ, പ്രാർത്ഥനയാൽ, ചിന്തയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അമേരിക്ക പറയുന്നതൊക്കെ ശരിയും മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റുമെന്ന് പറയുന്ന ഈ ലോകത്തിലെ തോന്നിവാസം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് GCC രാഷ്ട്രങ്ങൾ, ഞാൻ ഉറക്കെ എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ GCC രാഷ്ട്രങ്ങൾ മാത്രം വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു യുദ്ധമാണ് ഇന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുകയും ലോകക്രമത്തിൽ തന്നെ മാറ്റം വരികയും ഇതൊരു മഹായുദ്ധമായി മാറുകയും ചെയ്യുമ്പോൾ നിങ്ങളെയും എന്നെയും ഒരുപോലെ ബാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി GCC രാഷ്ട്രങ്ങളുടെ തലവന്മാരും അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള
പിന്നെ രാജ്യത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അമേരിക്കയോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുകയും ഇന്ന് ലോകം നേരിടുന്ന ഈ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും അങ്ങനെ സാമൂഹിക ജീവിതം ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ നിയമവും ന്യായവും ധർമ്മവും എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ പരമാധികാരമുണ്ടെന്നും ഏത് രാജ്യത്തിൻ്റെയും പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം അനീതിയാണ്, തെറ്റാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഇറാൻ്റെ ഈ ഒരു യുദ്ധം ഇറാനിലേക്ക് നടത്തുന്ന അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്ന അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിക്കുന്ന ഈ വലിയ തരത്തിൽ പടർന്നു പന്തലിക്കുന്ന ഈ യുദ്ധത്തെ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഒന്നുകൂടെ വസ്തുതാപരമായി സംസാരിക്കാൻ, ഈ കാര്യങ്ങളെയൊക്കെ ഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഏത് രാജ്യമാണോ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ ആദ്യമായി കടന്നുകയറ്റം നടത്തിയത് എന്ന് ചിന്തിക്കാൻ, അങ്ങനെ അവർക്ക് അനുവാദമുണ്ടോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മറ്റു രാജ്യത്തിന് അധികാരമുണ്ടോ എന്ന് ചിന്തിക്കാനൊക്കെയുള്ള പക്വതയും പാകതയും കാണിക്കണം. അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.